നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു, 2 പേർക്ക് പരിക്ക്. തൃപ്രയാറിലെ അങ്ങാടിത്തോട് മൂടുന്നതിനെതിരെ BJP സായാഹ്ന ധർണ നടത്തി. മൺസൂൺ തുടങ്ങിയിട്ടും വറുതിയിൽ നിന്ന് മോചനമില്ലാതെ തീരദേശം. വാർത്തകൾ വിശദമായി. കാഞ്ഞാണി മൂന്നുംകൂടിയ ജംഗ്ഷന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. കണ്ടശാങ്കടവ് സ്വദേശി ചുങ്കത്ത് വള്ളിയിൽ ജിനോ ജോൺസൺ ആണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാത്രി 9:45 അപകടമുണ്ടായത്. ജിനോയും സുഹൃത്ത് പൂവത്തിങ്കൽ അഗസ്റ്റിൻ ജോണിയും സഞ്ചരിച്ചിരുന്ന ബൈക്കും എതിർദിശയിൽ വന്നിരുന്ന താണിപ്പാടത്ത് വിജീഷ് എന്നയാളുടെ ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അഗസ്റ്റിനും വിജീഷിനും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ഗാർഡിയൻ ആക്ട്സ് ആംബുലൻസുകളിലായി മദർ ജൂബിലി മിഷൻ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ജിനോ ജോൺസൺ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. തൃപ്രയാറിലും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിന് വഴിയൊരുക്കി അങ്ങാടിത്തോട് മണ്ണിട്ട് നികത്തുന്നതിനെതിരെ BJP സായാഹ്ന ധർണ നടത്തി. തോട് നികത്തുന്നതിനെതിരെ വാർഡ് മെമ്പർ കളക്ടർക്ക് പരാതി നൽകി. കളക്ടറിൽ നിന്നും അനുകൂലമായി ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്ത് വില്ലേജ് അധികാരികൾ കയ്യേറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. കയ്യേറ്റക്കാരിൽ ഒരു കൂട്ടർ മുൻ പഞ്ചായത്ത് ഭരണക്കാരുടെയും മറ്റൊരു കൂട്ടർ ഇപ്പോഴത്തെ ഭരണക്കാരുടെയും നേതാക്കന്മാരായതിനാലാണ് തോട് നികത്തിയവർക്കെതിരെ നടപടിയെടുക്കാത്തതെന്നും സമരക്കാർ ആരോപിച്ചു. കാലങ്ങളായി നിലനിന്നിരുന്ന തോട് എവിടെ പോയി എന്ന് ജനങ്ങളോട് പറയാൻ LDFും UDFും തയ്യാറാവണമെന്നും BJP ആവശ്യപ്പെട്ടു. പഞ്ചായത്തിന് മുന്നിൽ നടന്ന ധർണ BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ഉണ്ണിമോൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ PV സെന്തിൽകുമാർ, ഗ്രീഷ്മ സുഗിലേഷ്, BJP നേതാക്കളായ ജോഷി ബ്ലാങ്ങാട്ട്, PK ബേബി, അംബിക ടീച്ചർ, MV വിജയൻ എന്നിവർ നേതൃത്വം നൽകി. അനധികൃതമായി കയ്യേറാൻ വിവിധ രാഷ്ട്രീയ പിന്തുണയോടുകൂടി എന്ന് തന്നെ പറയേണ്ടി വരും. നിരവധി വ്യക്തികൾ ആ അങ്ങാടിത്തോട് കയ്യേറുകയും അത് ക്രമേണ അത് നശിപ്പിക്കുകയും ചെയ്ത് ആ നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ ഒരു മഴ, 2 മഴയോ 1 മഴയോ പെയ്താൽ നാട്ടിലേക്കും തൃപ്പയാറിനും ഇടയിലുള്ള ഒരു 10-30 കുടുംബങ്ങൾ അവർ ഭീതിയോടെ കഴിയേണ്ട ഒരു അവസ്ഥ നാട്ടിൽ സംജാതമായിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇവിടെ കഴിഞ്ഞ ഭരണം കൈയാളിയിരുന്ന ആളുകളുടെ പിന്തുണയോട് അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനം, അത് എന്ത് കാര്യത്തിനുണ്ടായ സ്ഥാപനമായാലും അങ്ങാടിത്തോടിനെ കയ്യേറിക്കൊണ്ട് അതിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ആ സ്ഥാപനം വന്നത്. മൺസൂൺ തുടങ്ങിയിട്ടും വറുതിയിലാണ് തീരദേശം. മത്സ്യലഭ്യത ഇല്ലാതായതോടെ മീനിന്റെ വില കുതിച്ചുയരുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ട്രോളിംഗ് നിരോധനവും കാരണം മത്സ്യലഭ്യതയിൽ വന്ന കുറവ് മത്സ്യത്തൊഴിലാളികളെയും സാധാരണക്കാരെയും ഒരുപോലെ ബാധിക്കുന്നു. മൺസൂൺ കാലത്ത് ആഴക്കടലിൽ യന്ത്രവൽകൃത ബോട്ടുകളുടെ മത്സ്യബന്ധനം നിർത്തി മത്സ്യലഭ്യത കൂട്ടാനാണ് ട്രോളിംഗ് നിരോധനം. നേരത്തെ 47 ദിവസങ്ങളായിരുന്നു എങ്കിൽ കഴിഞ്ഞ 4 വർഷമായി 52 ദിവസങ്ങളിലാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം. ഇന്ത്യയിലെ മറ്റ് തീരദേശ സംസ്ഥാനങ്ങളിൽ 60 ദിവസമാണ്. ഇൻബോർഡ്, ഔട്ട്ബോർഡ് വള്ളങ്ങളിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് ഈ സമയത്ത് മത്സ്യബന്ധനത്തിനുള്ള അനുമതി. കാലാവസ്ഥാ വ്യതിയാനം മൂലം മത്തി, അയല, നത്തോലി, വറ്റ എന്നിവ കേരള തീരത്ത് നിന്ന് അപ്രത്യക്ഷമായെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കോളനി ഇനി നഗർ എന്നറിയപ്പെടും. ആലത്തൂരിൽ നിന്ന് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ മന്ത്രിസ്ഥാനമൊഴിഞ്ഞ K രാധാകൃഷ്ണന്റെ പടിയിറക്കത്തിലാണ് ചരിത്രപരമായ ഉത്തരവിറക്കിയത്. പട്ടിക വിഭാഗക്കാർ കൂട്ടത്തോടെ താമസിക്കുന്ന പ്രദേശങ്ങൾ കോളനികൾ എന്നറിയപ്പെട്ടിരുന്നത് മാറ്റാനാണ് തീരുമാനം. കോളനി എന്ന അഭിസംബോധന അവമതിപ്പും താമസക്കാരിൽ അപകർഷതാബോധവും സൃഷ്ടിക്കുന്നതിനാലാണ് പേരുമാറ്റം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും
വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകളിലേക്ക്. വീടുകളിലെ മാലിന്യ നീക്കം സുഗമമാക്കാൻ ഹരിതകർമ്മസേനയ്ക്ക് മണപ്പുറം ഫൗണ്ടേഷൻ പുതിയ വാഹനം കൈമാറി. ഫൗണ്ടേഷന്റെ സാമൂഹ്യ പ്രതിബദ്ധത പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വലപ്പാട് പഞ്ചായത്തിലേക്ക് 8,45,000 രൂപയുടെ വാഹനം നൽകിയത്. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് ഡി ദാസ് പഞ്ചായത്ത് പ്രസിഡന്റ് VD ഷിനിതയ്ക്ക് താക്കോൽ കൈമാറി. കൂടാതെ വട്ടപ്പരത്തി ബീച്ചിലേക്കുള്ള പാതയുടെ നിർമ്മാണവും പൂർത്തീകരിച്ചു. ബീച്ചിന്റെ ടൂറിസം സാധ്യതകൾ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 30 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് സ്നേഹാരാമം എന്ന പദ്ധതിയിലൂടെ മണപ്പുറം ഫൗണ്ടേഷൻ നടത്തിയത്. ഭിന്നശേഷി ആളുകൾക്കുള്ള സഹായത്തിന്റെ തുടർച്ചയായി താനിയം ഗ്രാമപഞ്ചായത്ത് സ്വദേശിയായ അജിത്തിന് വീൽചെയറും വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള നാട്ടിക സ്വദേശി രാജിക്ക് ധനസഹായവും മണപ്പുറം ഫൗണ്ടേഷൻ കൈമാറി.
സ്കൂൾ കാലഘട്ടത്തിന് ശേഷം ഇന്ന് ആദ്യമായാണ് അജിത് വീൽ ചെയറിൽ ഒരു ബീച്ച് സന്ദർശിക്കുന്നത്. ആകെ 4ഓളം സന്നദ്ധ പ്രവർത്തനങ്ങളാണ് മണപ്പുറം ഫൗണ്ടേഷൻ പൂർത്തീകരിച്ചത്. മണപ്പുറം ഫൗണ്ടേഷൻ CSR വിഭാഗം ഹെഡ് ശില്പ ട്രീസ സെബാസ്റ്റ്യൻ പരിപാടികളിൽ പങ്കെടുത്തു. നമ്മുടെ വലപ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന 32 അംഗങ്ങളായിട്ട് വളരെ ഊർജിതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഒരു വലിയ കുറവ് തന്നെയായിരുന്നു വാഹനം. നമുക്ക് ഒരു വാഹനം ഇപ്പോൾ നിലവിലുണ്ടെങ്കിൽ പോലും അത് ഇലക്ട്രിക് വാഹനമാണ്. നമുക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കാനും എല്ലാ ദിവസവും കളക്ഷൻ മെറ്റീരിയൽ സെൻറ്ററിലേക്ക് നമുക്ക് എത്തിക്കാനും സാധിച്ചിരുന്നില്ല. ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മിസ്റ്റർ നന്ദകുമാറിനോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ സെക്രട്ടറിയും എല്ലാവരും ഉൾപ്പെടെ നമ്മളൊരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് മികച്ചൊരു വാഹനം നൽകണമെന്നുള്ളൊരാവശ്യം. അദ്ദേഹം അത് അപ്പോൾ തന്നെ കൈക്കൊണ്ടു. 8,45,000 രൂപ വില മതിക്കുന്ന ഒരു വാഹനമാണ് നമ്മൾക്കിന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ഞങ്ങളിത് വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയും വലപ്പാട് അല്ലമീൻ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ PM ഫൗണ്ടേഷൻ സാറ്റലൈറ്റ് സെന്റർ ഉദ്ഘാടനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വെള്ളിയാഴ്ച വലപ്പാട് ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് ചെയർമാനായി പ്രവർത്തിക്കുന്ന PM ഫൗണ്ടേഷൻ രാജ്യത്തുടനീളം മിടുക്കരായ അനേകം നിർധന വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പുകളിലൂടെയും പരിശീലനങ്ങളിലൂടെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേർവഴി കാണിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 3:30 നടക്കുന്ന യോഗം ഡോക്ടർ P. മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്യും. APM മുഹമ്മദ് ഹനീഷ് അധ്യക്ഷനാകും. ചടങ്ങിൽ PM ഫൗണ്ടേഷൻ ട്രസ്റ്റിമാരായ ഡോക്ടർ NM ഷറഫുദ്ദീൻ, MM ബഷീർ, ഇക്കോവാസ് ട്രേഡ് കമ്മീഷണർ CP സാലിഹ് എന്നിവർ പങ്കെടുക്കും. വലപ്പാട് സ്കൂളിൽ നിന്ന് പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർക്കും അല്ലമീൻ കുടുംബാംഗങ്ങളുടെ മക്കൾക്കും മെറിറ്റ് അവാർഡുകൾ സമ്മാനിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജനറൽ സെക്രട്ടറി PH സൈനുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ മൊഹസിൻ പാണ്ടികശാല, RJ നൌഷാദ്, അബ്ദുൽ ഗഫൂർ മാളിയേക്കൽ, ആദം മാങ്ങാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൊതുവായിട്ട് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ ഈ പ്രദേശത്ത് തീരദേശ മേഖലയിൽ ഒരു ചലനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി PM ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് അവരുമായി സഹകരിച്ചുകൊണ്ട് ഒരു സാറ്റലൈറ്റ് സെൻറ്റർ ഈ വരുന്ന 21-ാം തീയതി നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. SNDP യോഗം പെരിങ്ങോട്ടുകര യൂണിയന്റെ ഈ വർഷത്തെ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പ്രവർത്തക യോഗം തിങ്കളാഴ്ച യൂണിയൻ ഓഫീസിൽ നടന്നു. യൂണിയൻ പ്രസിഡന്റ് ഹണി കണാറ അധ്യക്ഷനായ യോഗം യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ സുഭാഷ് തേങ്ങാമൂച്ചി, വൈസ് പ്രസിഡന്റ് സുനിൽ കൊച്ചത്ത്, ഡയറക്ടർ ബോർഡ് അംഗം ഷിജി തിയാടി, കൗൺസിലർമാരായ പ്രദീപ് പണപറമ്പിൽ, സുരേഷ് ബാബു വന്നേരി, സുരേഷ് പണിക്കശ്ശേരി, ബിനോയ്, വനിതാ സംഘം പ്രസിഡന്റ് അനിത പ്രസന്നൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ദീപ്തിഷ് കുമാർ, സെക്രട്ടറി ബിനു കളത്തിൽ, സൈബർ സേന കോർഡിനേറ്റർ ബൈജു തെക്കിനിയടുത്ത്, വൈദിക യോഗം ചെയർമാൻ മനോഹർ ജി എന്നിവർ പങ്കെടുത്തു. 100 പേർ അടങ്ങുന്ന ആഘോഷ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഇനി വിദ്യാലയങ്ങളിലൂടെ വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള TMC ഗ്രാമ്യ 7ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. 1957 ജൂൺ മാസത്തിലാണ് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിതമായത്. 5, 6, 7, 8 ക്ലാസുകളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മാനേജ്മെന്റിന്റെയും നിരന്തര പ്രയത്നങ്ങളുടെ ഫലമായി കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വിദ്യാലയങ്ങളിലൊന്നായി ചന്ദ്രാപിനി ഹൈസ്കൂൾ മാറിയിരിക്കുന്നു. അൺഎയ്ഡഡ് LP, എയ്ഡഡ് UP, HS, HSS, അൺഎയ്ഡഡ് HSS എന്നിങ്ങനെയുള്ള വിദ്യാലയ സമുച്ചയമാണ് ചന്ദ്രാപിനി ഹൈസ്കൂൾ. ഹൈടെക് സൗകര്യമുള്ള ക്ലാസ് മുറികളോടെ തല ഉയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാഠ്യേതര വിഷയങ്ങളിൽ മറ്റുള്ള വിദ്യാലയങ്ങളെ പിന്തള്ളിക്കൊണ്ട് മുന്നേറുകയാണ് ഈ വിദ്യാലയം. UP, HS വിഭാഗങ്ങളിലായി 2321 വിദ്യാർത്ഥികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. LP മുതൽ ഹയർ സെക്കൻഡറി വരെ 3500-ൽ പരം വിദ്യാർത്ഥികളും 100-ൽ പരം സ്റ്റാഫ് അംഗങ്ങളും ഇവിടെയുണ്ട്. പൊതുവിദ്യാഭ്യാസത്തിന്റെ മേന്മകൾ ഉൾക്കൊണ്ട് നല്ല പൗരന്മാരാക്കി വിദ്യാർത്ഥികളെ മാറ്റുവാൻ ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും സജ്ജമാണ്. എൻ്റെ പേര് ശ്രീജിഷ്, ചന്ദ്രാപിന്നി എയ്ഡഡ് ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളാണ്. വളരെ തികഞ്ഞ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ തുടർച്ചയായ 4ാം വർഷം
നമുക്ക് 100% വിജയം നേടിയിട്ടുള്ള ഹയർ സെക്കൻഡറിയാണ്. വളരെ ചിട്ടയായ പഠനം ഇതിൻ്റെ പുറകിലുണ്ട്. അധ്യാപകരെയാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൽ നന്ദി പറയുന്നത്. നമ്മുടെ അധ്യാപകർ അത്രമാത്രം ഹാർഡ് വർക്കാണ് കുട്ടികളെ ഈ നിലയിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള വിജയത്തിലേക്ക് എത്തിക്കാൻ അത്രമാത്രം വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ജില്ലയിലെ ഏറ്റവും അധികം കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി 100% വിജയം നേടിയ ഏറ്റവും അധികം കുട്ടികൾ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതി വിജയിച്ച വിദ്യാലയമാണ് നമ്മുടെ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. 500 കുട്ടികൾ പരീക്ഷ എഴുതിയാൽ 500 പേരും വിജയിക്കുകയുണ്ടായി. ഒപ്പം 62 കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കുകയും ഉണ്ടായി. അതിൽ ഈ വിദ്യാലയത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയുടെ വലിയ പരിശ്രമ ഫലമായിട്ടാണ് നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ തന്നെ നേടാൻ സാധിക്കുന്നത്. എൻ്റെ പേര് ഗിരീഷ്. ഞാൻ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി അൺഎയ്ഡഡ് വിഭാഗത്തിലെ ഫിസിക്സ് അധ്യാപകനാണ്. ഇത് നിതീഷ് സാറ് കമ്പ്യൂട്ടർ അധ്യാപകനാണ്. പ്രസീത ടീച്ചർ കെമിസ്ട്രി അധ്യാപകരാണ്. നമ്മൾ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയത്തിൽ സന്തോഷിക്കാനുള്ള നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈസ്കൂളിൻ്റെയും എയ്ഡഡിൻ്റെയും അൺഎയ്ഡഡിൻ്റെയും ഏറ്റവും വലിയ വിജയമാണ്. തീരദേശ മേഖലയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വിജയം കൈവരിക്കുന്നത് നല്ലവരായിട്ടുള്ള രക്ഷിതാക്കളുടെയും PTA-യും അകമഴിഞ്ഞ പിന്തുണയോട് കൂടിയിട്ടാണ്. ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുസരിക്കുന്ന ഏറ്റവും അനുസരണശീലമുള്ള വിദ്യാർത്ഥികളും ഞങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ പുറകിലുള്ള രഹസ്യം. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ തീരദേശ മേഖലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ പാഠ്യേതര മേഖലകളിൽ എല്ലാ മേഖലകളിലും ഏറ്റവും മികവാർന്ന ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമം ഈ സ്കൂളിൽ കുറേയേറെ വർഷങ്ങളായി നടന്നു വരാറുണ്ട്. അത് ഇവിടുത്തെ ഓരോ വിജയത്തിൻ്റെയും പിറകിൽ അത്തരത്തിലുള്ളൊരു കൂട്ടായ്മയുണ്ട്. ഇവിടെ SSLCയുടെയും +2-ൻ്റെയും വിജയം ഓരോ വർഷവും ഏറ്റവും മികവാർന്ന് വരുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. എൻ്റെ പേര് മെഹഫിൽ അഹമ്മദ്. ചന്ദ്രാപിന്നി ഹൈസ്കൂളിൽ നിന്ന് 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണ്. ഇവിടുത്തെ മാഷുമാരെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഇവിടെ പഠിപ്പിക്കാനും എല്ലാം കൊണ്ടും നല്ല മികച്ചൊരു പഠനരീതിയാണ് ഇവിടെ നടന്നു പോകുന്നത്. എല്ലാ ടീച്ചർമാരായാലും എല്ലാവരും നല്ല സപ്പോർട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ഇവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഫാത്തിമ ജുമാന ബത്തുൽ. ഈ വർഷം ഫുൾ A+ കിട്ടിയ ഒരാളാണ് ഞാൻ. നമ്മുടെ സ്കൂളിൽ വിദ്യാഭ്യാസപരമായി മാത്രമല്ല കലോത്സവത്തിന് പോകാനാണെങ്കിലും മറ്റെല്ലാ കലാകായികപരമായിട്ടും ഇവിടുത്തെ അധ്യാപകരും HM കിരൺ മാഷ് എല്ലാവരും വളരെയധികം സപ്പോർട്ടാണ് ഞങ്ങൾക്ക്. PTA അംഗങ്ങളും എല്ലാവരുടെ സപ്പോർട്ടും വളരെ വലുതാണ്. എൻ്റെ പേര് ഫാത്തിമ നദ. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുൾ A+ ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അത് കാരണം എൻ്റെ ഈ ടീച്ചേഴ്സ് ഫുള്ള് സപ്പോർട്ടുള്ളതുകൊണ്ടാണ്. ഇവിടെയുള്ള ടീച്ചർമാർ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരും. ഇവിടുത്തെ മാഷന്മാരാണെങ്കിൽ ഫുൾ സപ്പോർട്ടാണ്. എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഫുൾ A+ കിട്ടിയത്. 10ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് ഫുൾ A+ കിട്ടുന്ന എനിക്കൊരു ഉറപ്പുണ്ടായില്ല. താങ്ക്സ് ടു ടീച്ചേഴ്സ്. ഹലോ, എൻ്റെ പേര് റിയ. എൻ്റെ പേര് തൻഹ. എൻ്റെ പേര് റന. എനിക്ക് ഈ സ്കൂളിനെ പറ്റി പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യൂ സ്റ്റുഡൻ്റ് ആയിരുന്നു ഇവിടെ. കഴിഞ്ഞ വർഷമാണ് വന്നത്. അപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വേറെ സ്കൂളിലേക്ക് വന്നപ്പോൾ എങ്ങനെ ആയിരിക്കും, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് HM ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, എനിക്ക് കിട്ടിയ ക്ലാസ് ടീച്ചർ ആയിക്കോട്ടെ ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാൻ കലോത്സവത്തിൽ ഇറങ്ങി, അതുപോലെ ശാസ്ത്ര മേളയിൽ ഇറങ്ങി, എല്ലാത്തിനും എനിക്ക് എൻ്റേതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റി. 7ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കാഞ്ഞാണി ഭാരതീയ വിദ്യാഭവനിലാണ്. ഭാരതീയ വിദ്യാഭവൻ തൃപ്രയാർ കേന്ദ്രം 2004 നിലവിൽ വന്നു. അടുത്ത വർഷം 2005 കാഞ്ഞാണിയിൽ സ്കൂൾ ആരംഭിച്ചു. ഈ മേഖലയുടെ വിദ്യാഭ്യാസ വികസനം, പ്രത്യേകിച്ച് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുകയെന്ന ദീർഘകാല സ്വപ്നത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത്. 2 പതിറ്റാണ്ടോളം നീണ്ട യാത്ര പൂർത്തിയാക്കി കാഞ്ഞാണിയിലെ ഭാരതീയ വിദ്യാഭവൻസ് സ്കൂൾ സമൂഹത്തിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ വിദ്യാഭ്യാസ മികവിന്റെ പ്രകാശഗോപുരമാണ്. ഇന്ത്യൻ മൂല്യങ്ങളിൽ അടിയുറച്ച സമഗ്ര വിദ്യാഭ്യാസം നൽകാനുള്ള കാഴ്ചപ്പാടോടെ സ്ഥാപിതമായ ഈ സ്ഥാപനം യുവമനസ്സുകളെ പരിപോഷിപ്പിക്കുന്നതിനും ഭാവി നേതാക്കളെ രൂപപ്പെടുത്തുന്നതിനുമുള്ള പ്രതിബദ്ധതയുടെ തെളിവായി നിലകൊള്ളുന്നു. pre-KG മുതൽ സീനിയർ സെക്കൻഡറി വരെയുള്ള കുട്ടികളുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സുസജ്ജമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ നൽകുന്നു. ഞാൻ ലേഖ.
ഈ സ്ഥാപനത്തിലെ പ്രധാന അധ്യാപികയാണ്. ഞങ്ങളുടെ സ്ഥാപനത്തിലെ 43 കുട്ടികളാണ് ഇത്തവണ CBSE ബോർഡ് എക്സാം എഴുതിയിട്ടുള്ളത്. ആയതിൽ 43 കുട്ടികളും വിജയിക്കുകയും 3 കുട്ടികൾ എല്ലാ വിഷയങ്ങളിലും A1 കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കുട്ടികളെയെല്ലാം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുവാൻ ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇവർക്ക് അവാർഡ് നൽകുവാനായി വന്നിട്ടുള്ള ഗ്രാമ്യ ചാനലിനെയും ഞാൻ ഈ സമയത്ത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ പേര് ശ്രീദേവി, ഭാരതീയ വിദ്യാഭവൻ സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളാണ്. ഈ വർഷം ക്ലാസ് 10 നല്ല ഒരു റിസൾട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായും കുട്ടികളുടെ ഹാർഡ് വർക്കും ടീച്ചേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള പരിശീലനവും അതുപോലെ പാരൻസിൻ്റെ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ്. ഞാൻ മണികണ്ഠൻ, അക്കാഡമിക് കോർഡിനേറ്ററാണ് ഭാരതീയ വിദ്യാഭവൻ കാഞ്ഞാണി. ഭാരതീയ വിദ്യാഭവൻ കാഞ്ഞാണി സ്കൂളിൽ ഈ വർഷം വളരെ നല്ല റിസൾട്ടാണ് ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. A1 കാര്യത്തിലായിരുന്നാലും 90% മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലായിരുന്നാലും ഒരു കുതിപ്പ് രേഖപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് രാജേഷ്, അസോസിയേറ്റ് സെക്രട്ടറിയാണ് ഭാരതീയ വിദ്യാഭവൻ്റെ. ഈ വർഷം നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. 3 ഫുൾ A1 പിന്നെ നല്ല റിസൾട്ട്, മൊത്തത്തിൽ എല്ലാ കുട്ടികൾക്കും നല്ല റിസൾട്ടാണ്. ഈ വർഷം മുതൽ നമ്മൾ pre-KG തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളും ഡിജിറ്റലാക്കിയിട്ടുണ്ട്. അങ്ങനെ സ്കൂൾ ഒരു ഉന്നതിയുടെ പാതയിലാണ്. അതുപോലെ മനോഹരമായൊരു ക്യാമ്പസാണ് കുട്ടികൾക്ക് ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ പേര് അനുപം ഗീര. ഞാനിവിടെ 2023-24 വർഷം പാസ് ഔട്ടായതാണ്. ഇപ്പോൾ ഞാൻ +1 വിദ്യാർത്ഥിനിയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ, ഭാരതീയ വിദ്യാഭവൻ കാഞ്ഞാണിയിലെ ടീച്ചേഴ്സിൻ്റെ അത്യധികം സപ്പോർട്ട് മൂലമാണ് എനിക്കിവിടെ നിന്ന് ഫുൾ A1 വെച്ച് പാസ് ഔട്ടായത് ഞാൻ. അപ്പോൾ ഇന്ന് വീണ്ടും ഈ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ ഞാൻ ടീച്ചേഴ്സിനോടും പാരൻസിനോടും ദൈവത്തോടൊക്കെ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നന്ദന, ഞാൻ ഭവൻ സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായി. അപ്പോൾ ഫുൾ A+ ആയിട്ടാണ് പാസ് ഔട്ടായത്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെയും എല്ലാ സ്റ്റാഫുകളുടെയും ഗൈഡൻസും സപ്പോർട്ടും കൊണ്ടാണ് ഇവിടെ ഇതുവരെ എനിക്ക് ഈ സക്സസ്സിൽ എത്തിച്ചേരാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാഞ്ഞാണിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു, 2 പേർക്ക് പരിക്ക്. തൃപ്രയാറിലെ അങ്ങാടിത്തോട് മൂടുന്നതിനെതിരെ BJP സായാഹ്ന ധർണ നടത്തി. മൺസൂൺ തുടങ്ങിയിട്ടും വറുതിയിൽ നിന്ന് മോചനമില്ലാതെ തീരദേശം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.